ഗദ്ദാഫി എങ്ങനെയുണ്ട്? ക്യാമറ നോക്കി പറ. ഇഷ്ടപ്പെട്ടു. ആദ്യ ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടോ? ഉറച്ചു പറ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇച്ചിരി ദിവസമായി നമ്മൾ തമ്മിലൊക്കെ ഒന്ന് കണ്ടിട്ട്, അപ്പോൾ ഓണമൊക്കെ ഇങ്ങ് എത്തിപ്പോയി. ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ഓണം പറയുകയാണ്. അപ്പോൾ നമുക്ക് ഓണ വിഭവങ്ങളുമായിട്ട് നമ്മൾ 1-2 വിഭവങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ 1-2 ദിവസങ്ങളിലെ പായസമാണ്, അതായത് ഓണസദ്യക്ക് വേണ്ടുന്ന അടിപൊളി പായസത്തിൻ്റെ ടിപ്സുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസമായ ഇന്ന് തന്നെ നമുക്ക് അടപ്രഥമൻ, പായസത്തിലെ പ്രഥമൻ 1ാം സ്ഥാനക്കാരനായ അടപ്രഥമൻ എങ്ങനെ വളരെ ലളിതമായിട്ടും സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരിയടയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ വെക്കുമ്പോൾ അരിയട തന്നെയാണ് വെക്കേണ്ടത്, മൈദയല്ല, അരിയടയാണ്. അപ്പോൾ അരിയട ഇത് മൈദയടയല്ല, ഇത് അരിയടയാണ്. ഈ അരിയട എന്ന് പറയുന്നത് ഇത് പാക്കറ്റുമ്പോൾ കടയിൽ കിട്ടും. 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കടകളിൽ കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം 400 ഗ്രാമാണ്. അപ്പോൾ ബാക്കി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഔട്ട്ഡോർ എടുക്കാനൊന്നും സൗകര്യമില്ല, അതുകൊണ്ട് ഇൻട്രോ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അടയാണ് എടുത്തിരിക്കുന്നത്. അരിയട 400 ഗ്രാമാണ്. 400 ഗ്രാം അരിയടയ്ക്ക് അതിൻ്റെ അനുപാതം അനുസരിച്ചാണെങ്കിൽ 800 ഗ്രാം ശർക്കര ആവശ്യമുണ്ട്. അപ്പോൾ 800 ഗ്രാം ശർക്കര നമ്മൾ നല്ലതുപോലെ ഉരുക്കി അരിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇത് ചൗവരിയാണ്. ഒരു 75 ഗ്രാമോളം ചൗവരി, 75-80 ഗ്രാമോളം ചൗവരി ഉണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇന്നൊരു ഏറ്റവും കുറഞ്ഞത് 50 ഗ്രാമെങ്കിലും ആവശ്യമായിട്ട് വരും. പിന്നെ നമ്മൾ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഏലക്ക പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ മിക്സിയിൽ പൊടിച്ചെടുക്കും. അതുപോലെ പൊടിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗ്രാമ്പ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനൊരു 1/4 സ്പൂൺ ഗ്രാമ്പിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. ഇത് ചുക്ക് പൊടിയാണ്, ഡ്രൈ ജിഞ്ചർ. ചുക്ക് നല്ലതുപോലെ പൊടിച്ച് ചുക്ക് പൊടിയായിട്ട് വാങ്ങാനും കിട്ടും. ഇത് ചുക്ക് പൊടിച്ചെടുത്തതാണ്. ഇത് നെയ്യാണ്. നെയ്യ് 50 ഗ്രാം നെയ്യോളം എടുത്തിട്ടുണ്ട്. 50 ഗ്രാം നെയ്യ് മതിയാകും ഇതിന്. പിന്നെ നമുക്ക് ആവശ്യം കണ്ടൻസ്ഡ് മിൽക്കാണ്. വളരെ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് വേറെ നമുക്ക് പാലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിൽ ലാസ്റ്റ് പാലാണ് ചേർക്കേണ്ടത്. പാല് കൂടുതലായിട്ട് ചേർക്കാൻ നിൽക്കേണ്ട, പാൽപ്പൊടി ചേർക്കുന്നതായിരിക്കും വളരെ ടേസ്റ്റ്. നമ്മൾ സദ്യയിലേക്ക് പാൽപ്പൊടിയാണ് ചേർക്കുന്ന. കാര്യം പാല് നമ്മൾ ഫ്രിഡ്ജിലോ മറ്റൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന പാലാണെങ്കിൽ നമുക്ക് ചൂട് പായസത്തിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 2 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 2 കവർ അടക്കി 2 തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടി പാലായിട്ട് തന്നെ കിട്ടും. ആ പാല് നമ്മൾ 1ാം പാലും 2ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഒരു 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ വെക്കുന്നത്. ആ വെള്ളം നല്ലതുപോലെ തിളയ്ക്കണം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ചൗവരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൗവരി ഇട്ട ഉടനെ ഇളക്കി കളയരുത്. ഇളക്കി കഴിഞ്ഞാൽ ചൗവരി ഒന്ന് കലങ്ങിയൊക്കെ പോകും. അപ്പോൾ ഇതുപോലൊരു ഹാഫ് വേവ്, പകുതി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ചൗവരി. ആ പകുതി വേവാകുമ്പോഴേക്കും നമുക്ക് ഈ അട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ അട വേവുന്നതോടൊപ്പം തന്നെ ബാക്കി ചൗവരിയുടെ വേവ് കൂടെ കറക്റ്റായിട്ട് വരും. അപ്പോൾ അടയും ചൗവരിയും കൂടെ ഒരുമിച്ച് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ വെള്ളം ഇതുപോലെ വറ്റി കുറുകി വരും. അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് അട നല്ലതുപോലെ വേവണം. ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്, വെന്തു. നമുക്ക് അട കയ്യിലേക്ക് എടുത്ത് ഒന്ന് അമർത്തി നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മുറിഞ്ഞ് വരും. അപ്പോൾ അട വെന്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 800 ഗ്രാം, അതായത് 400 ഗ്രാം അടയ്ക്ക് ഒരു 800 ഗ്രാം ശർക്കര തന്നെയാണ്. അത് നല്ലതുപോലെ ഉരുക്കി നമ്മൾ അരിച്ച്, അതിൻ്റെ മണ്ണ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അരിച്ച് മാറ്റിയതിന് ശേഷം വെച്ചിരുന്നതാണ്. അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരുന്നതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നെയ്യ് നമുക്ക് ഇപ്പോഴത്തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ വരും. ആ നെയ്യും ചേർത്ത് ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ നമ്മൾ ഇപ്പോഴും തന്നെ ചേർക്കുകയാണ്. ബാക്കി നമ്മൾ ഇതിൻ്റെ ഫിനിഷിങ്ങിലാണ് ചേർക്കുന്നത്. ആ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം ശർക്കര പാനി ചേർത്ത സമയത്ത് കിട്ടിയ കൺസിസ്റ്റൻസി വരത്തൊക്കെ ആ പരുവം വരെ നമുക്കിതിനെ വറ്റിച്ച് എടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ വറ്റി വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ പാലുകളൊക്കെ ചേർക്കാറുള്ളൂ.
അപ്പോൾ ഇതുപോലെ ശർക്കര പാനിയിൽ കിടന്ന് നമ്മളെ അടയും ആ ചൗവരിയൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ശർക്കര പാനി ചേർത്ത അതേ കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്, ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായം അതിന് ശേഷം മാത്രമേ നമ്മൾ പാല് ചേർക്കാവൂ. അതുവരെ നമ്മൾ ക്ഷമിക്കണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ്, അടയിലൊന്നും മധുരമൊക്കെ വലുതായിട്ട് പിടിക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചേർത്തത് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചതിൻ്റെ രണ്ടാം പാലാണ്. ആ പാല് കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ആ പാല് കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി. നമ്മുടെ തേങ്ങാപ്പാൽ എടുക്കുന്നത് മിക്സിയിൽ അടിച്ച് ചതച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് പാലുകൾ എടുക്കുന്നത്. ഇപ്പോൾ അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒന്നാം പാൽ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2 തേങ്ങയുടെ പാലാണ്. 2 തേങ്ങയുടെ കൂടെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ ഇത് നല്ലതുപോലെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ ആ പാല് കൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം പായസം ലൂസാക്കാനുണ്ടോ അത്രയും ആവശ്യത്തിന് നമ്മൾ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പാല് ചേർക്കുകയാണ്. ഇപ്പം നമ്മുടെ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പാൽപ്പൊടി എടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എത്രത്തോളം യൂസ് ചെയ്യാനുണ്ടോ അത്രയും വെള്ളത്തിൽ നമ്മളത് ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് കലക്കിയിട്ടുണ്ട്. കലക്കിയതിന് ശേഷം ആ പാല് നമുക്ക് തരിയില്ലാതെ കലക്കണം കേട്ടോ. തരിയില്ലാതെ കലക്കിയതിന് ശേഷം അത് നമുക്കും കൂടെ പായസത്തിലേക്ക് ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ മിക്സായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴേ പായസം ലൂസാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് 1/2 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത് ഗ്രാമ്പു പൊടിച്ചതാണ്. ഗ്രാമ്പു 1/2 സ്പൂൺ ഗ്രാമ്പു പഞ്ചസാരയും ചേർത്താണ് പൊടിച്ചെടുക്കുന്നത്. ഇത് ചുക്കുപൊടിയാണ്. ചുക്കുപൊടിയും 1/4 സ്പൂണോളം ചുക്കുപൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ചുക്കുപൊടിയുടെയും ഈ ഗ്രാമ്പിൻ്റെയും ഒക്കെ ഫ്ലേവറാണ് നമ്മൾ ഇതിൽ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടും. അതിന് നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു 3 സ്പൂണോളം വരും അത് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി റെഡിയാക്കാം. പായസത്തിൻ്റെ പണിയുടെ അവസാനിച്ചു. ഇനി നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന നെയ്യ് നമ്മളൊരു പാനിലേക്ക് ഒഴിക്കുന്നു. പാനിലേക്ക് ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും ആദ്യം തന്നെ അണ്ടിപ്പരിപ്പിട്ടൊന്ന് ചെറുതായൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കിസ്മിസ്, മുന്തിരി അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരുപാട് കരിഞ്ഞൊന്നും പോകാതെ നമുക്ക് വറുത്തെടുക്കണം. അത് വറുത്ത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് നേരിട്ട് ആ നെയ്യോടുകൂടി തന്നെ, ആ ചൂടായ നെയ്യോടുകൂടി തന്നെ നമുക്കിത് മൊത്തത്തിൽ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടപ്രഥമനൊക്കെ നല്ല വിളമ്പുന്ന പാകത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ഒരു ഇലയിലൊക്കെ വിളമ്പി കുടിക്കുമ്പോഴാണ് അതിന് വളരെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കി ഇലയിൽ തന്നെ ഈ പായസം കുടിക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ.